ഹലോ ഗൈസ്, ടി പി ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് അങ്ങനെ വീണ്ടും മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ന് കുറച്ച് പ്രത്യേകത ഉണ്ട് ഗൈസ്, അത് ഞാനിതാ ഇപ്പോൾ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ കുറച്ച് ഒരു അടിപൊളി വേറെ തരം വില്ലേജിലാണ് ഗൈസ് എത്തിയിട്ടുള്ളത്. കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കടൽ, ഇനി ഈ പുറത്തുനിന്ന് നോക്കി വെച്ചാൽ അവിടെ നിന്നും കടൽ കണ്ടോ. ഇനി ഇവിടെ നിന്ന് നോക്കി വെച്ചാൽ ഇവിടെ നിന്നും കടൽ. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മളെ 4 പുറം കടലാണ് ഗൈസ്. അതാണ് ഈ ഒരു വില്ലേജിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സൈഡ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ സർവൈവ് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ചെസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ ചെസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി കേട്ടോ. അതിനുള്ളിൽ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവുമല്ലോ. പാവു 3 ഡയമണ്ട് ഉണ്ട്. പക്ഷെ നമുക്കിതൊന്ന് പോരാ. നമുക്ക് കുറച്ച് തോന വേണം. പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, 2 ആപ്പിള്, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ വേറെ വല്ല ചെസ്റ്റ് ഉണ്ടാക്കി. ഈ ഒരു ചെസ്റ്റ് ഇത്ര പോരാ. ഓക്കെ, ഇവിടെ മൊത്തം കടലാണ് ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. നമുക്ക് ആദ്യം ഇതൊന്നും ഇടാം. ഓക്കെ, ആപ്പിൾ കഴിക്കാം. വേറെ ചെസ്റ്റ് എവിടെ? ഇതേ ഇരിക്കുന്നു ചെസ്റ്റ്. അയ്യേ, ഇതൊന്നും എനിക്ക് വേണ്ട. നമ്മൾ കുറച്ച് റയർ ഐറ്റംസ് മാത്രമേ എടുക്കുള്ളൂ. ഇതിനുള്ളോ ഇവിടെ ചെസ്റ്റ് വയ്ക്കാനുള്ള സ്ഥലം പോയിട്ട് ആ ബെഡ് ഇടാനുള്ള സ്ഥലം കൂടി ഇല്ല. നമുക്ക് വേറെ സ്ഥലം നോക്കാം. ഇവിടെ ഇല്ല. ഇത് ഇതിനകത്തായിട്ടൊരു ചെസ്റ്റ് ഉണ്ട് കേട്ടോ. അയ്യേ, ഇതിലൊന്നും ബ്രെഡ് നമുക്കൊന്നും വേണ്ടത്. ഇവിടുത്തെ ചെസ്റ്റിലൊന്നും ഇല്ല. ഇതെന്താ? അതെനിക്ക് വേണ്ട. കേട് വന്ന എന്തോ ആണ്. വില്ലേജ് ഗവൺമെൻറ് അടുത്ത് എന്തെങ്കിലും നോക്കാം. 26 എണ്ണം കൊടുത്ത എമറാൾഡോ വേണ്ട. നേരെ സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും മറ്റവന്മാർ വരുന്നതിൻ്റെ മുമ്പേ പെട്ടെന്നൊരു വീട് അങ്ങ് നിർമ്മിക്കാം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ തുറന്നപ്പോൾ ഡയമണ്ട്. പക്ഷെ നമ്മളത് എടുക്കുന്നില്ല. അതിന് പകരം ഒരു വുഡ് പിക്കാക്സ് അങ്ങ് എടുത്തു. ഗൈസ്, നമ്മൾ വാറ ഉള്ളിലേക്ക് ഒരു തോള അങ്ങോട്ട് വീടുണ്ടാക്കിട്ടോ. അപ്പോൾ ഇത് കുറേ മൊയന്തോള് വീടിനുള്ളിൽ നിന്ന് ഇറങ്ങടാ വീടിനുള്ളിൽ നിന്ന് ഇറങ്ങടാ വേഗം ഇറങ്ങടാ. അടിച്ചു ഓടി ഞാൻ കയറി പോകുന്നു. ഒക്കെ അടിച്ചു കയറിപ്പട. എന്താ ഭയർക്കണം കേസ്. ഉമ്മാരൊക്കെ ഇപ്പോൾ അവിടെ വീടുണ്ടാക്കിയപ്പോൾ ഉമ്മറത്തൊന്ന് സമ്മേളനം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനെച്ചാൽ ഉമ്മാര ഉള്ളിൽ നിന്ന് ആട്ടിയിട്ട് പ്രാന്തായി. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ വീട്. എന്തൊക്കെയൊക്കെ ചെയ്തു വെച്ചു. ഇനി കുറച്ചും കൂടി ഉള്ളിലേക്ക് തുരക്കാനുണ്ട് ഗൈസ്. നമുക്കങ്ങ് തുരക്കാം. എൻ്റെ റൂം ഞാനങ്ങ് ഉള്ളിലേക്ക് എടുത്തു. പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് തുരക്കാൻ ഇവന്മാർ ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് പേടിച്ചു. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് ഡോർ വെച്ചെടുക്കാം. വാവ് ഗൈസ്, വാവ്. ഇത് നമുക്ക് ടോർച്ചില്ല. പക്ഷേ നമുക്ക് ടോർച്ചില്ലെങ്കിൽ ഒരു പേടിയില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇരുട്ടായാലും സീനില്ല. പിന്നെ എനിക്ക് അടുപ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതായിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വീട് കണ്ടു ഗൈസ്. ഞാൻ ഒരു ഇൻറ്റീരിയർ വർക്കറായി മാറി. ഓക്കെ, കുറച്ചുകൂടി പണിയുണ്ട് ഗൈസ്. നമ്മൾ നല്ല ആത്മാർത്ഥമുള്ള ബംഗാളിയാണ്. അതുകൊണ്ട് നമ്മൾ നല്ല മേലണങ്ങി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വൈകി എന്നിട്ട് നമ്മൾ പണി നിർത്തിയിട്ടില്ല. വെച്ചാൽ മലയാളികളാണെങ്കിൽ ഇപ്പോൾ പണി നിർത്തി പോയിട്ടുണ്ട്. അയ്യോ, അമ്പം പോവും. വാതിലടച്ചിട്ട് പോവാം. പെട്ടെന്ന് പോയി വല്ല ബെഡിൽ കടന്നിറങ്ങും. അവിടെ എല്ലാവരും കൂടിയിട്ട് എന്നെ കൊന്നില്ല. കുറച്ച് ലൈഫ് ബാക്കിയുണ്ട്. ഞാൻ വേഗം ഓടി പോന്നു. കറക്റ്റാൻ കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ പുച്ഛിച്ച ആ ചെസ്റ്റിൽ നിന്ന് ബ്രെഡ് എടുത്ത് കഴിക്കാം. എന്നിട്ട് കടന്നുറങ്ങാം. രാവിലെ ഗൈസ്. ഇനി നമുക്ക് പേടിക്കാനില്ല ഗൈസ്. എല്ലാവന്മാരും അമ്മേ ഞാനുള്ള പേടി പേടിച്ചു. ഇങ്ങനെ കയറി അടിച്ചാലോ. ചത്തു. നമ്മൾ ഡോർ തുറന്നപ്പോൾ ചത്തു കേട്ടോ. ഈ ഗോലണ്ണന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ അറിയില്ല ഗൈസ്. അയ്യോ പാമേ,
അമ്മോ, നമ്മുടെ വീട് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. രണ്ടടാ കുറച്ചുകൂടി പണിയുണ്ട് ഗൈസ്, അത് തീർക്കാം നമുക്ക്. ഇത് നമ്മുടെ വീട് ഏകദേശം പണി തീരാറായി ഗൈസ്. ഇനി 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 കുറച്ചുകൂടി ഉണ്ട്. ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇനി ഇവിടെ 2 കൂടി വെക്കാനുണ്ട് ഗൈസ്. അത് ഇതവിടെ മനോഹരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുക്ക് നമ്മുടെ ഫിറോസ്ക ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് സംസാരിച്ചേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കനലിൽ ചുട്ടത്. അങ്ങനെ അതായി. നമുക്ക് 2 ആവശ്യമുണ്ടായിരുന്നു, കറക്റ്റ് 3 കിട്ടിയോ? അയ്യോ നമ്മൾ അവൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് അതിങ്ങനെ വെക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ ഗൈസ്. ടണ്ടടാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തോ ഓക്കെ, ഇത് മതി. ഫുഡ് കഴിക്കട്ടെ. സെറ്റ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഇട്ടിരുന്നത് ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. നമ്മൾ ഫിറോസൊക്കെ നമ്മളെ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഹാളിൽ വയ്ക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഏകദേശം എല്ലാം സെറ്റായി ഗൈസ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഗൈസ്. ഇതാണ് സിറ്റ് ഔട്ട് ഹാള് റൂം. ഇതാണ് എൻ്റെ റൂം, നമ്മുടെ ടിപിയുടെ റൂമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പുറത്ത് പോയി ലുക്ക് നോക്കാം. വാവ് ഗൈസ്, വെരി വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. പാറയുടെ ഉള്ളിൽ ഗുഹയിൽ താമസിക്കുന്ന ടിപി. അതെ ഗൈസ്, എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഓക്കെ, ഇനിയും കുറേ പണികളുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പോരാ, ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ ചെയ്യണം. പിന്നെ ഗൈസ് ഞാനൊരു കാര്യം പറയാം, മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വട്ടം കളിച്ചപ്പോഴേക്കും പിന്നെ അത് ഇങ്ങനെ വീണ്ടും കളിക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൈസ് എനിക്ക് മൈൻക്രാഫ്റ്റ് എന്തോ എൻ്റെ മനസ്സിലങ്ങ് പിടിച്ചു. പിന്നെ എന്നും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്തായാലും ഇതിൻ്റെ നമുക്ക് സ്റ്റിക്ക് ആവശ്യമുണ്ടായിരുന്നു അല്ലേ? ഒരു ഫർണൈസ് ഉണ്ടാക്കാം, കാരണം നമുക്ക് ഫർണൈസ് അത്യാവശ്യമുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ റെഡി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം, ഷവൽ. ഇവിടെയൊക്കെ ഒന്ന് മാന്തി കുഴിച്ചിടാം. ഇപ്പോഴാണ് ലുക്കായത്. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വഴി സെറ്റായത് ഇപ്പോഴാണ്. ഇവിടെ അമ്മി ഞാൻ ഒന്നൊന്നും ചെയ്യുന്നില്ലേ, ഞാൻ ഇങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കിനി കോളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫിറോസ്കയുടെ കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ ഇങ്ങനെ കയറി ഇരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോസ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും മറക്കാണ്ട് കാണുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭദിനം.